ഹലോ കൂട്ടുകാരെ, ദേവൂസ് ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനപ്പോൾ ഇന്നതാ നമ്മുടെ ഈ ഒരു പൂവ്, ഇതിൽ മുൻപും ഇത് ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ. ഈ പൂച്ചെടിയുടെ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും. ഒരു തവണ ഫ്ലവർ ഉണ്ടായി തീർന്നു കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിയുമ്പോൾ അടുത്ത ഫ്ലവറിനുള്ള ഒരു കൂട്ടങ്ങളായി. അപ്പോൾ ഇന്ന് ഞാനിത് കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇത്രയും ഡാർക്ക് കളറിൽ പൂവ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ഇതിൽ ഫ്ലവർ വരാറ്. അപ്പോൾ ഇന്ന് ഈ ഷെഡിൻ്റെ താഴേക്ക് വെച്ചിരിക്കുകയായിരുന്നു 2-3 ദിവസമായിട്ട് ഇവിടെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തപ്പോൾ. അങ്ങനെ ഇവിടെ ഇതിൽ തണലിലിരുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഉണ്ടായ ഫ്ലവറിനൊരു ഡാർക്ക് കളർ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് കാണിക്കാമെന്ന് കരുതി. നിറയെ ഫ്ലവറുണ്ട്. ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട് ഇതിൻ്റെ മെയിൻ പോർഷൻസൊക്കെ അപ്പുറത്താണ്. അപ്പോൾ അതിലെല്ലാം നിറയെ ഫ്ലവറുണ്ട്. അപ്പം ഇതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ചെടിയുടെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഓർമ്മയില്ല, നേരത്തെ ഇത് അറിയായിരുന്നു, പിന്നെ നോക്കാനുള്ള സമയവും കിട്ടിയില്ല ഇപ്പോൾ. അപ്പം ഇന്ന് എൻ്റെ ഈ ചെടിയെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. നല്ല സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഇതിൽ പൂവുണ്ടായിട്ട് കൊഴിഞ്ഞു പോയത്. അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡിലായിരുന്നു ഇത് വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇല കണ്ടു, ഒരു സിൽവർ ഷെയ്ഡിലാണ് വരുന്നത്. എപ്പോഴും ഫ്ലവറുണ്ടാവും. അപ്പോൾ നമ്മളൊരു നഴ്സറിയിൽ നിന്ന് ഇത് മേടിക്കുമ്പോൾ പിന്നെ അയാൾ പറഞ്ഞായിരുന്നു എപ്പോഴും ഫ്ലവർ ഇല്ലാത്ത സമയത്താണ് ഇത് മേടിച്ചത്. അപ്പം അങ്ങനെ ഇന്ന് ചെടികൾ മേടിക്കാറുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞത് കേട്ട് നമ്മൾ കൊണ്ടുവരികയും ചെയ്തു. കൊണ്ടുവന്ന ഒരു മാസം കൊണ്ട് തന്നെ പൂവിടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വളരെ പെട്ടെന്ന് പൂക്കുന്നൊരു പ്രത്യേകതരം ചെടിയാണ്. സുന്ദരിയായിരിക്കാൻ. അപ്പോൾ ഈ ഡാർക്ക് ഷെയ്ഡ് കണ്ടപ്പം നല്ല ഭംഗി തോന്നി. ലൈറ്റ് കളറിലാണ് ഇതിൽ ഫ്ലവർ വരാറുള്ളത്. അപ്പോൾ ഈ ഡാർക്ക് ഷെയ്ഡ് കണ്ടപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഞാൻ ഈ ഫ്ലവർ ഇട്ടിട്ടുണ്ട്. അന്ന് ഈ ചെടിയിൽ ഒരു ലൈറ്റ് പിങ്ക് കളറിലായിരുന്നു ഫ്ലവർ. അപ്പോൾ എൻ്റെ മേരിഗോൾഡ് കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റൊക്കെ നടത്തിയപ്പോഴാണ് ഇതിൻ്റെ മെയിൻ പോർഷൻസും വീടിൻ്റെ അകത്ത് ഇരിക്കുന്ന രീതിയിലായിപ്പോയി. ഇനി അത് തിരിക്കുമ്പോഴേക്കും ഇപ്പുറത്തെ ചെടിയുടെ ഫ്ലവറൊക്കെ പോകും. അതുകൊണ്ടാണ് ഇത്രയും പോർഷൻസ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.